സിൽവർ ലൈൻ പദ്ധതിയിൽ റെയിൽവേയുമായുള്ള ആദ്യഘട്ട ചർച്ച പോസിറ്റീവായിരുന്നുവെന്ന് കെ-റെയിൽ എം.ഡി. അജിത് കുമാർ. തുടർ ചർച്ചകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. അതേസമയം പദ്ധതി ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കൊച്ചിയിലെ റെയിൽവേ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലായിരുന്നു റെയിൽവേയുടെ നിർമ്മാണ വിഭാഗം ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഷാജി സക്കറിയയും കെ-റെയിൽ എം.ഡി. അജിത് കുമാറും തമ്മിലുള്ള ചർച്ച നടന്നത്. ആദ്യഘട്ട ചർച്ച പോസിറ്റീവായിരുന്നുവെന്ന് കെ-റെയിൽ എം.ഡി. അജിത് കുമാർ പറഞ്ഞു. അതേസമയം സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കേരളത്തെ സാമ്പത്തികമായും പാരിസ്ഥിതികമായും തകർക്കുന്ന സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ഞങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്ന അതേ നിലപാട് തന്നെയാണ് ഇപ്പൊ കേന്ദ്രത്തിന്റെ പല അഭിപ്രായങ്ങളിലൂടെ വന്നിരിക്കുന്നത്. കാരണം ഇതിന്റെ DPR എന്ന് പറയുന്നത് പൂർണ്ണമല്ല. ഒരു പഠനങ്ങളും നടത്താതെയാണ് DPR തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിന്റെ അലൈൻമെന്റിൽ 198 കിലോമീറ്റർ 198 കിലോമീറ്റർ ദൂരം ഇന്ത്യൻ റെയിൽവേയുടെ സ്ഥലം അലൈൻമെന്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അത് റെയിൽവേയുടെ അനുമതിയില്ലാതാണ്. അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലിരിക്കുന്ന സ്ഥലം എങ്ങനെയാണ് കേരള സർക്കാർ അതിന്റെ അലൈൻമെന്റിൽ പെടുത്തുന്നത്? സിൽവർ ലൈനിന്റെ DPRൽ മാറ്റം വരുത്തണമെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടതിനു ശേഷമുള്ള ആദ്യ ചർച്ചയാണ് ഇന്ന് നടന്നത്. വന്ദേ ഭാരത് കൂടി ഓടിക്കാവുന്ന ബ്രോഡ്ഗേജ് പാത മതിയെന്ന കേന്ദ്രത്തിന്റെ നിർദ്ദേശം ഉൾക്കൊണ്ട് DPRൽ മാറ്റം വരുത്താൻ സംസ്ഥാനം തയ്യാറാകുമോ എന്നതാണ് ഇനി നിർണായകം. ജനം, കൊച്ചി.